എല്ലാ BJP പള്ളി പുളിയനല്ല. അത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന ആളുകളുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഈ അടുത്ത ദിവസം എന്താ പറയുക, 992 ഒരു താൻ എഴുതിയ ഒരു കവിതയ്ക്ക് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട് കൈതപ്രതാപൻ നമ്പൂതിരി. എന്താ വരി, ഞാൻ അന്ന് വായിച്ചു, അന്ന് ആ വരി പഠിച്ചിരുന്നു. അലയും കാറ്റിന് ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. രാമായണം കേൾക്കാതെയായി, പൊന്മൈനകൾ മിണ്ടാതെയായി എന്ന കവിതയുടെ പശ്ചാത്തലം എന്താണ് എന്ന് പിന്നെ ഒരു സ്ത്രീ, ഒരു സിനി ആർട്ടിസ്റ്റ്, മറ്റോ ഏതൊരു സ്ത്രീ ചോദിക്കാണ്, ഒരു ചാനൽ ചർച്ച ചോദിക്കാണ് കൈതപ്രത്തിനോട്. അപ്പോൾ പറഞ്ഞു, അന്നാണ് ബാബരി മസ്ജിദ് പൊളിച്ചത്. ആ വാർത്ത പുറത്തു വന്നപ്പോൾ മനസ്സിന് ദുഃഖം തോന്നി. രാമൻ പോലും സഹിക്കാത്ത കർമ്മമാണിത്. അപ്പോഴാണ് രാമായണം കേൾക്കാതെയായി, പൊന്മൈനകൾ മിണ്ടാതെയായി എന്ന കവിത ഞാൻ 92 എഴുതിയത്. ഈ മനുഷ്യന്മാരെ നിങ്ങൾ എന്താ പറയുക? അവർക്ക് സഹിക്കാൻ കഴിയില്ല. ഈ മനുഷ്യന്മാരെ പറ്റി നിങ്ങൾ എന്താ പറയുക? ആ മനുഷ്യന്മാരെ നിന്റെ വ്യാഖ്യാനത്തിൽ ഒതുങ്ങോ? ആ മനുഷ്യന്മാരെ പഠിച്ചവൻ വെറുതെയാക്കും നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനത്തെ പഠിച്ചവനെ അറിയില്ല. സിനിമക്ക് എഴുതിയ പാട്ടാന്ന് തോന്നുന്നു. എന്താണ്? വാത്സല്യം. ഏതായാലും ആ വരി കുറച്ച് വരി അന്ന് പറഞ്ഞിരുന്നു. അലയും കാറ്റിന് ഹൃദയം അരയാൽ കൊമ്പിൽ തേങ്ങി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. എന്നിട്ട് അതിൽ രാമായണം കേൾക്കാതെയായി, പൊന്മൈനകൾ മിണ്ടാതെയായി എന്നത് അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഈ ഫിലിമിന് എഴുതിയ ഒരു പാട്ടാണ്. എൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ബാബരി മസ്ജിദ് പൊളിച്ച വാർത്ത പുറത്ത് തന്ന ദിവസം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് മിണ്ടാനും കഴിഞ്ഞില്ല. കാരണം അത് രാമൻ പോലും സഹിക്കാത്ത ക്രൂരതയാണ്. രാമൻ്റെ പേരിൽ ചെയ്തത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ എഴുതി വെച്ചാണ്. ഒരുപക്ഷെ ഈ 10-30 കൊല്ലത്തിനിടയിൽ മലയാളത്തിലെ ജീവനുള്ള കവിത വരികളിൽപ്പെട്ട വരികളാണൊക്കെ. മനസ്സിലായില്ലേ? എല്ലാവരും നിങ്ങൾ എന്തിനാ ഒരു ചരടിൽ കോർക്കണേ?